ഹായ് ഓൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ നമ്മുടെ റമദാൻ ഡേ 7th വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മുടെ റമദാൻ തുടങ്ങിയിട്ട് രണ്ടാമത്തെ ലോങ് വീഡിയോ ആണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു നോമ്പ് സമയത്ത് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ ഭയങ്കര മടിയാണ് കേട്ടോ. ഒന്നാമത് ഭയങ്കര ചൂടാണ്, നമ്മുടെ കിച്ചണിൽ പ്രത്യേകിച്ച് ഭയങ്കര ചൂടാണ് കേട്ടോ. ഈ ഒരു ജനലിൻ്റെ അവിടുന്ന് ഡയറക്റ്റായിട്ട് വെയിൽ ഇങ്ങോട്ട് വരും. അതുകൊണ്ട് തന്നെയാണ് വീഡിയോസും കാര്യങ്ങളൊന്നും വലിയ ക്ലിയറും ഇല്ലാത്തത്. നമുക്ക് കിച്ചണിൽ ഒരുപാട് ടൈം അങ്ങനെ നിന്ന് പണിയെടുക്കാനുള്ളൊരു ഇതില്ല കേട്ടോ. ഭയങ്കര ചൂടാണ്. അപ്പോൾ വേഗം പണികളങ്ങ് തീർത്ത് വെച്ചിട്ട് കിച്ചണിൽ നിന്ന് പോവാറാണ് പതിവുള്ളത്. ഇന്നിപ്പോൾ ഞാൻ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. നമുക്ക് സിമ്പിളായിട്ട് നല്ലൊരു അടിപൊളി ചിക്കൻ ബിരിയാണി റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതിനുള്ള ചിക്കനൊക്കെ ഞാൻ രാവിലെ തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് ഒന്ന് ഫ്രൈ ആക്കാനുള്ള എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള സവാളയും തക്കാളിയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നോമ്പ് സമയത്തൊക്കെ ഒരുപാടൊന്നും അങ്ങ് ഉണ്ടാക്കി എടുക്കില്ലല്ലോ. ഞാനിപ്പോൾ ആകെ 1/2 കിലോ പോലും വെക്കുന്നില്ല കേട്ടോ. അതിലും കുറവായിട്ടാണ് വെച്ചെടുക്കുന്നത്. ബിരിയാണി സത്യം പറഞ്ഞാൽ നമ്മുടെ കല്യാണ വീട്ടിലൊക്കെ കിട്ടില്ലേ, ആ ഒരു ബിരിയാണീൻ്റെ ടൈപ്പ് ബിരിയാണിയാണ് കേട്ടോ. ഒരുപാട് ഭയങ്കര ഒരു മസാലക്കുത്തോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു സിമ്പിൾ ബിരിയാണി. ഇങ്ങനെ ട്രൈ ആക്കി നോക്കാത്തവർ എന്തായാലും ഇതുപോലെ ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ. അത്രയും അടിപൊളി ബിരിയാണിയാണ്. അപ്പോൾ അതാ ഞാൻ അതിലേക്ക് ഒരു 3 സവാള എടുത്തിട്ടുണ്ട്. പിന്നെ 2 തക്കാളി, കുറച്ച് പച്ചമുളകും, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 1/4 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി. ഇതിലേക്ക് ഒന്നും ഓവറായിട്ട് വേണ്ട. ഈ ഒരു സവാള ഞാൻ എടുത്തിരിക്കുന്ന 4 സവാള കേട്ടോ. അത് നമുക്ക് പൊരിച്ചു കോരാനും കൂടി ഉള്ളതാണ് കേട്ടോ. ഒരു സവാളയോളം നമ്മൾ പൊരിച്ച് കോരി എടുക്കുന്നുണ്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചെറിയൊരു സവാള കേട്ടോ. അങ്ങനെ ഞാനിപ്പോൾ ഇത് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം എൻ്റെ ഈ ഒരു ചോപ്പറിൻ്റെ ബ്ലേഡ് എടുത്തിട്ട് വന്നു. അതിൻ്റെ ബോക്സും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അതിങ്ങനെയൊന്ന് അരിഞ്ഞു നോക്കാമെന്ന് വിചാരിച്ചപ്പോൾ നന്നായിട്ട് തന്നെ വഴുക്കി കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ച് വരുന്നുണ്ടെന്ന്, ചോപ്പായിട്ട് വരുന്നുണ്ടെന്ന്. നോക്കി നോക്കുമ്പോൾ ഒന്നും വരുന്നില്ല, വഴുക്കി കളിക്കായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ ആ മേൽഭാഗം മാത്രം എടുത്തിട്ട് വന്നു കേട്ടോ. അതിലും ചോപ്പ് ചെയ്ത് നോക്കുമ്പോൾ ഒരു രക്ഷയില്ല, വഴുക്കി കളിക്കുക തന്നെയാണ്. ലാസ്റ്റ് ആ ബോക്സ് അങ്ങ് എടുത്തു കേട്ടോ. ഞാൻ എന്തോ ഒരു 2-3 വർഷം മുമ്പ് വാങ്ങിച്ചിട്ടുള്ള ഒരു ചോപ്പറായിരുന്നു കേട്ടോ. വലിയ ഉപകാരമേ ഇല്ല. ഇങ്ങനെ ഒരു സവാള സ്ലൈസ് ചെയ്യാന്നല്ലാതെ ഇതിൻ്റെ ഒപ്പം കുറേ ബ്ലേഡുകൾ വരുന്നുണ്ട് കേട്ടോ. ഒരു 14ഓളം ബ്ലേഡുകൾ വരുന്നുണ്ട്. പക്ഷേ അത് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ സ്റ്റക്കായി പോവുകയാണ്. നിങ്ങളൊക്കെ ഇത് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇത് കമൻറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഇതാ സവാള അരിയാൻ സത്യം പറഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഈ ഒരു ബോക്സും കാര്യങ്ങളൊക്കെ എടുക്കണ്ടേന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മടിച്ചവിടെ നിൽക്കലാണ്. അരിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് എത്തുന്ന സമയത്ത് ഇതുപോലൊരു സംഭവം, ഒരു ലാസ്റ്റത്തെ ഒരു കഷ്ണം വേസ്റ്റ് ആയിട്ട് പോകും കേട്ടോ. അത് പിന്നെ മെല്ലെ അതിലേക്ക് അങ്ങ് അലിച്ചങ്ങ് ചേർത്താൽ മതി. അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്യാറുള്ളത്. അങ്ങനെ എന്താ നല്ല തിന്നായിട്ട് തന്നെ നമുക്ക് അരിഞ്ഞ് കിട്ടും. അതിനൊക്കെ ഉപകാരമാണ്. പക്ഷേ ഇതൊക്കെ കൂടി എടുക്കാനുള്ള മടി കാരണം അങ്ങ് എടുത്ത് വെക്കതാണ് കേട്ടോ. ഇന്നിപ്പോൾ ഇത് എടുത്തതിൻ്റെ മെയിൻ കാരണം എൻ്റെ കത്തീൻ്റെ മൂർച്ച മൊത്തം പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ പുതിയ കത്തിയൊക്കെ വാങ്ങിച്ചിട്ട് വേണം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് മെയിനായിട്ട് എടുത്തത് തന്നെ. അങ്ങനെ ഇതാ ഇതിൻ്റെ മസാല നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് കുക്കറിലാണ് കേട്ടോ. കുക്കറിലാണെന്ന് വെച്ചിട്ട് ബിരിയാണി പെർഫെക്റ്റ് ആവാതെ ഒന്നും കിട്ടൂല. നമ്മൾ തക്കാളി അടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെയാണ് കേട്ടോ സവാള ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതാ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ചതച്ചതും ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഈ സമയത്ത് നമ്മൾ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തത് അടച്ചു വെച്ചിട്ട് നമുക്ക് ഒരൊറ്റ വിസിലടിച്ചെടുക്കുക. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലടിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വെച്ചിട്ട് ഓഫ് ചെയ്തിട്ടാൽ മതി കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ ചിക്കനൊക്കെ ഒരു സൈഡൊക്കെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. രണ്ടാമത്തെ സൈഡ് ഏകദേശമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് ചെറിയ അടുപ്പിലേക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ട് ഇപ്പുറത്ത് നമ്മുടെ മസാല കുക്കാക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് സമയം ലാഭിക്കാമെന്നും അതുപോലെ തന്നെ ബിരിയാണി നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. ഒരു ഡൗട്ടും വേണ്ട, ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളത്. ഇങ്ങനെ എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കുക. അങ്ങനെ അതൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് ഞാനിതാ വേഗം ജ്യൂസ് അടിക്കാനുള്ള പരിപാടി നോക്കുകയാണ്. സ്ഥിരം നമ്മുടെ വത്തക്ക ജ്യൂസ് തന്നെയാണ് കേട്ടോ. എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയായിരിക്കും നമ്മൾ ഡെയിലി വത്തക്ക ജ്യൂസാണ് റെഡിയാക്കി എടുക്കാറുള്ളതെന്ന്. നോമ്പിൻ്റെ സമയത്ത് നോമ്പിന് ഈ ഒരു വത്തക്ക ജ്യൂസ് കുടിക്കുമ്പോഴാണ് കേട്ടോ എന്താ പറയുക ഭയങ്കര റീഫ്രഷ്മെൻറ്റ് ഫീൽ ചെയ്യുക. നമ്മുടെ വീട്ടിലെ എല്ലാവർക്കും അങ്ങനെയാണ്. പിന്നെ വർഷങ്ങളായിട്ട് തുടർന്ന് വരുന്ന ഒരു ഇതും കൂടിയാണ് കേട്ടോ ഈ ഒരു വത്തക്ക ജ്യൂസ്. അങ്ങനെ ഇതാ വത്തക്കയൊക്കെ ഒന്ന് കട്ടാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു വത്തക്ക ജ്യൂസിൽ നമ്മൾ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ജ്യൂസ് അടിക്കുന്ന സമയത്ത് ഇന്നിപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല, സത്യം പറഞ്ഞാൽ മറന്നു പോയതായിരുന്നു. ചേർത്ത് കൊടുത്താൽ അടിപൊളിയാണ് കേട്ടോ. ഓവർ ആവരുത്, കുഞ്ഞൊരു പീസ് മാത്രം ചേർത്ത് കൊടുക്കുക. പിന്നെ ഇപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ റമദാൻ വിശേഷങ്ങളൊക്കെ, എങ്ങനെയുണ്ട് നോമ്പും നല്ല ചൂടും കാര്യങ്ങളൊക്കെ അല്ലേ, എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് കമൻ്റ് ആക്കുക കേട്ടോ. അങ്ങനെ ഇതാ വത്തക്ക ജ്യൂസൊക്കെ ഫസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാൻ എന്നും ഈ ഒരു ജഗ്ഗിൽ നിറച്ച് ജ്യൂസ് ഉണ്ടാക്കലുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു ഗ്ലാസ് ഒരാൾക്ക് കുടിക്കാനുള്ള ഒരു ഗ്ലാസ് മാത്രം ജ്യൂസ് ബാക്കി വരുന്നുണ്ട്. അപ്പോൾ ഇന്നു മുതൽ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നോമ്പ് തുറക്കുമ്പോൾ ഇന്ന് ഞാൻ ആ ജഗ്ഗിൽ മൊത്തത്തിലാക്കൂല, ഒരു 3/4 ഭാഗം മാത്രമേ ജ്യൂസാക്കി എടുക്കുള്ളൂ എന്ന്.
അപ്പോൾ അതാ ഇത്ര തന്നെ ആക്കി എടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നും ഞാൻ നിറച്ചു ആക്കും, അതുകൊണ്ടാണ് ബാക്കി വരാറുള്ളത്. ഇന്നിപ്പോൾ അതാ ഞാൻ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജ്യൂസൊന്നും ബാക്കി വന്നിട്ടില്ല, കറക്റ്റ് ആയിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അങ്ങനെ തന്നെ റെഡിയാക്കി എടുക്കണം. അങ്ങനെ ഇതാ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ചിക്കനിൽ ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ചൊരു ലെമൺ ജ്യൂസും അതുപോലെ കോൺഫ്ലവർ 2 ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഫ്രൈ ആക്കി എടുക്കുന്നത്. ആ വെളിച്ചെണ്ണ തന്നെയാണ് നമ്മൾ മസാലയും കൂടെ വാട്ടിയെടുക്കുന്നത്. അപ്പോൾ എണ്ണ വേസ്റ്റ് ആവുകയൊന്നുമില്ല. ഇനിയിപ്പോൾ അതാ അരി ഞാനിപ്പോൾ അതാ ഇത് ചെറിയൊരു ഗ്ലാസ്സാണ് കേട്ടോ. എൻ്റെ ശരിക്കും അരി അളക്കുന്ന പാത്രം കാണുന്നില്ല, മോളെ എവിടെയോ കളിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് കൊണ്ടിട്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലാസ്സിലാണ് എടുക്കുന്നത്. 2.25 ഗ്ലാസ് എടുക്കുന്നുണ്ട് കേട്ടോ. 2.25 ഗ്ലാസ് എന്ന് വെച്ചാൽ ഒരുപാടൊന്നുമില്ല, ഇത് ചെറിയ ഗ്ലാസ്സാണ് കേട്ടോ. അങ്ങനെ അതിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു നോമ്പ് തുടങ്ങിയിട്ട് ഇപ്പോൾ നമ്മൾ 2-3 പ്രാവശ്യം റൈസ് റെഡിയാക്കി എടുത്തു കേട്ടോ. ഒരു വട്ടം ബീഫ് ബിരിയാണി വെച്ചു, ഇപ്പോൾ അതാ ചിക്കൻ ബിരിയാണി, പിന്നെ ഒരു വട്ടം കപ്സയും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 7 നോമ്പായിട്ടേ ഉള്ളൂ. അതിൽ നമ്മൾ 3 പ്രാവശ്യം റൈസ് ഐറ്റംസ് തന്നെ ആയിരുന്നു. റൈസ് ആകുമ്പോൾ പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേഗം അങ്ങ് പണികൾ തീരും കേട്ടോ. പത്തിരി പോലെ അങ്ങ് കിച്ചണിൽ ഒരുപാട് ടൈമൊന്നും നിൽക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് എനിക്ക് റൈസാണ് റെഡിയാക്കി എടുക്കാൻ ഇഷ്ടം. പിന്നെ എല്ലാവർക്കും എന്നൊന്നും റൈസ് അങ്ങനെ പറ്റൂലല്ലോ. അങ്ങനെ ഇതാ ഫസ്റ്റ് സവാള കുറച്ചെടുത്തിട്ട് ഞാൻ നേരത്തെ മാറ്റി വെച്ചല്ലോ, അതൊന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ്. നമ്മളിങ്ങനെയൊക്കെ ചെയ്താലാണ് കേട്ടോ നമ്മുടെ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടാകുക. ചിലവർ ചിലപ്പോൾ ഫ്രൈ ആക്കാതൊക്കെ ഇടും, എന്തിനാ അപ്പോൾ ഫ്രൈ ആക്കുന്നതെന്ന്. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുമ്പോഴാണ് ബിരിയാണിക്ക് ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ കുറച്ചൊരു അണ്ടിപ്പരിപ്പും അതുപോലെ കുറച്ച് മുന്തിരി, ഒരുപാടൊന്നും എടുക്കണ്ട, കുറച്ചങ്ങ് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒപ്പം തന്നെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിതൊന്ന് കോരി മാറ്റിയെടുക്കാം. ഇതിപ്പോൾ ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് കുക്കറിലാണ് കേട്ടോ. മസാല റെഡിയാക്കി എടുത്തത് കുക്കറിലാണ്, അതുപോലെ തന്നെ ചോറും വെക്കുന്നത് കുക്കറിലാണ്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മസാലേനെ നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാനുണ്ട്. അത് നമുക്ക് ഒരു പാത്രത്തിൽ വെച്ചിട്ട് റെഡിയാക്കി എടുക്കാം. ആദ്യം ഒന്ന് വിസിലടുപ്പിച്ചെടുത്താൽ നമ്മുടെ ബിരിയാണിയിലൊക്കെ മസാല നല്ല അലിഞ്ഞ് സോഫ്റ്റായിട്ട് തന്നെ ചേരും കേട്ടോ. നമ്മുടെ പണികളും പെട്ടെന്ന് കഴിയും, ടേസ്റ്റും നല്ല അപാരം തന്നെയാണ് കേട്ടോ. ഞാൻ കുറേ വട്ടം പറയുന്നുണ്ട് ടേസ്റ്റ് നല്ല അടിപൊളിയാണെന്ന്. ട്രൈ ആക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കുക. അങ്ങനെ ഞാൻ സവാളയൊക്കെ പൊരിച്ച് കഴിഞ്ഞപ്പോൾ എണ്ണ കുറച്ച് കൂടുതലാണെന്ന് തോന്നിയിട്ട് അതിന് കുറച്ചങ്ങ് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു ഉള്ളി പൊരിച്ചതിലൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ബിരിയാണിക്ക് ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് വരിക. അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക കേട്ടോ. ഇതൊക്കെ ബിരിയാണി റെഡിയായി വരാനുള്ള ഓരോ ടിപ്പാണ്. പിന്നെ ഇതാ ഞാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ചെറുനാരങ്ങ നീരുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ കുറച്ചൊരു സുർക്കയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്, നമ്മുടെ റൈസ് ഒന്നും ഒട്ടിപ്പിടിക്കാതെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ക്യാരറ്റോ കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല ഈ ഒരു ടൈമിൽ. നമുക്ക് നല്ല വൈറ്റ് റൈസ് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ പ്ലെയിനായിട്ട് ചെയ്യുന്നത്. സവാള ഒന്നും വഴറ്റി എടുത്തിട്ടൊന്നുമില്ല. അപ്പുറത്തതാണ് ഞാൻ മസാല വാട്ടാനുള്ള ഒരു പാത്രം കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ ചിക്കന് ഫ്രൈ ആക്കി എടുത്തല്ലോ, ആ ഒരു വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അത് മൊത്തത്തിൽ അങ്ങ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 2 ടീസ്പൂൺ ഉണ്ടാവും. പിന്നെ ഇതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറേ മസാല ചേർക്കുന്നില്ല. നമ്മൾ ഗരം മസാലയും ബിരിയാണി മസാലയും മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. കുരുമുളക് പൊടി പോലും ചേർക്കുന്നില്ലേ. അങ്ങനെ എണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ചൊരു കറിവേപ്പില കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടീസ്പൂണ് ബിരിയാണി മസാലയും അതുപോലെ ഒരു 1/2 ടീസ്പൂണ് ഗരം മസാലയും കൂടെ ആ ഒരു എണ്ണയിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുക. ഇതെൻ്റെ പാത്രം കുറച്ച് പുതിയ തന്നെ ആണ് കേട്ടോ, ഞാൻ കുറച്ച് യൂസ് ആക്കിയിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ അടി കട്ടിയില്ലാതെ ഒന്നും, അതാണ് എണ്ണയൊക്കെ ഇങ്ങനെ സൈഡിലേക്ക് പോയിട്ട് നടുഭാഗം ഇങ്ങനെ പൊന്തി നിൽക്കുന്നത്. വലിയ ക്വാളിറ്റി ഒന്നും ഇല്ലാത്ത പാത്രമാണ് തോന്നുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ അതൊന്ന് ആ ഒരു എണ്ണയിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കുക. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഈ ഒരു മസാല മാത്രം ഇട്ടാൽ ബിരിയാണി ടേസ്റ്റ് ഉണ്ടാവുമെന്ന്. എന്തായാലും ട്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറയട്ടോ. അതിന് ശേഷം അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതാ നമ്മൾ വേവിച്ച് വെച്ച തക്കാളിയും സവാളയും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതൊക്കെ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ കുറച്ചൊരു വെള്ളമയം പോലെ ഉണ്ടാവും. ഈ ഒരു വെള്ളമയം വേണം കേട്ടോ, എന്നാലേ നമ്മുടെ ബിരിയാണി കറക്റ്റായിട്ട് കിട്ടുള്ളൂ. പിന്നെ നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല, ഇപ്പോൾ അത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബിരിയാണിയിലേക്ക് നമ്മൾ തൈരല്ല കേട്ടോ, വിനാഗിരിയോ അല്ലെങ്കിൽ ലെമൺ ജ്യൂസോ ആണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ സീക്രട്ടായിട്ട് കുറച്ചൊരു 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പഞ്ചസാരയും കൂടി ചേർക്കുമ്പോഴാണ് ഈ ഒരു ബിരിയാണിക്ക് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് വരുന്നത്. നമ്മൾ കല്യാണ ബിരിയാണീൻ്റെയൊക്കെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് വരുന്നത് ഇത് ചേർത്ത് കൊടുക്കുന്നതും കൊണ്ടാണ് കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു കൈപ്പിടിയോളം മല്ലി പുതിന അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് നമുക്കൊരു 5 മിനിറ്റ് അടച്ചു വെക്കണം കേട്ടോ. കാരണം ഈ ഒരു ചിക്കൻ നമ്മുടെ മസാലയിൽ ചേർന്നിട്ടില്ലല്ലോ, നമ്മൾ ഫ്രൈ ആക്കി എടുത്തിട്ടല്ലേ ബിരിയാണി വെക്കുന്നത്. ദം ബിരിയാണി ആണെങ്കിൽ കറക്റ്റ് അതിലേക്ക് അങ്ങ് മിക്സ് ആയിക്കോളും. അപ്പോൾ ഇതാ ഞാനൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി അടച്ച് വെച്ചിട്ട് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിലൊന്നും വെക്കണ്ട കേട്ടോ. അപ്പോൾ ആ ചിക്കനിലേക്ക് നന്നായിട്ട് തന്നെ മസാല പിടിച്ചോളും. ഇപ്പുറത്ത് ഇതാ നമ്മുടെ റൈസും കൂടെ ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഒരു ഗ്ലാസ് അരിക്ക് ഞാൻ 3/4 ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതൊക്കെ ഓരോരുത്തരുടെ കുക്കറിനൊക്കെ അനുസരിച്ചിരിക്കും. പിന്നെ ചോറും കൂടെ വേവിക്കാൻ വെച്ചിട്ട് ഞാനിത് സ്നാക്കിൻ്റെ പരിപാടി നോക്കുകയാണ് കേട്ടോ. ഇന്നിപ്പോൾ ബ്രെഡ് പോക്കറ്റാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു സ്നാക്കാണ്, ഇവിടെ എല്ലാവരുടെയും ഫേവറേറ്റ് ഐറ്റം കൂടിയാണ്. പക്ഷേ കുറച്ചൊരു പണിയുണ്ട്. പിന്നെ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ടഫായിരുന്നു കേട്ടോ ഈ ഒരു ബ്രെഡ് പോക്കറ്റ്, കുറേ പണിയുണ്ടല്ലോ. ഇപ്പം എനിക്ക് ഉണ്ടാക്കി നല്ല ഈസി ആയിട്ടുള്ളൊരു സ്നാക്കായിട്ട് തന്നെ മാറിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഷോർട്സ് ഞാൻ
കുറച്ച് മുമ്പ് ഇന്നലെ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക, ഞാൻ ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ റൈസും കുക്കായി വന്നിട്ടുണ്ട്. കുക്കറിലാണ് വെച്ചതെങ്കിലും ഒട്ടിപ്പിടിക്കാതെ നല്ല വിട്ട് തന്നെ നിൽക്കുന്ന റൈസായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരൊറ്റ വിസിലടിച്ചിട്ട് തീ അങ്ങ് ഓഫാക്കി ഇട്ടിട്ടാണ്. ഇനിയിപ്പോൾ ദം ചെയ്തും കൂടെ എടുത്താൽ നമ്മുടെ ബിരിയാണി പരിപാടി അവിടെ കഴിയും കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ മസാലയൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ മസാലയിൽ നിന്ന് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു ഗ്രേവി ഉണ്ടല്ലോ, അതൊരു 2-3 ടേബിൾ സ്പൂൺ എടുത്തിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ചിക്കനൊന്നുമില്ല, അത് ആ ഗ്രേവി മാത്രം. ഇങ്ങനെയും ചെയ്യുമ്പോൾ നമുക്ക് ബിരിയാണിക്ക് ടേസ്റ്റ് കൂടാനുള്ളൊരു ടിപ്പാണ് കേട്ടോ. കാരണം നമ്മൾ ദം ചെയ്തിട്ടൊന്നല്ലല്ലോ ബിരിയാണി വെക്കുന്നത്. അപ്പോൾ ഈ ഒരു മസാല അങ്ങ് മാറ്റി വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ റൈസ് നിങ്ങളുടെ കയ്യിലിപ്പോൾ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ 2 ലെയറായിട്ട് ചിക്കനും കൂടെ കുറച്ച് മാറ്റി വെച്ച് കൊടുത്തിട്ട് 2 ലെയറായിട്ട് ദമ്മിട്ടെടുക്കുക. ഞാനിപ്പോൾ കുറച്ച് റൈസല്ലേ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒരൊറ്റ ലെയറായിട്ട് തന്നെയാണ് കേട്ടോ ദം ചെയ്തെടുക്കുന്നത്. മൊത്തത്തിൽ ആ ഒരു ചിക്കൻ്റെ മേലേക്ക് കൊട്ടി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ദമ്മും കൂടെ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ചോറിട്ടതിന് ശേഷം നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ഗ്രേവി ഇല്ലേ, അത് ആ ചോറിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ്സാക്കി കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തേക്കും ആവുന്നതുപോലെ ഒന്നാക്കി കൊടുക്കുക. ശേഷം നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാള അതൊക്കെ അല്ലേ, അതുകൂടെ ചേർത്ത് കൊടുക്കുക. ഞാൻ ഈ ഒരു ടൈമിൽ ഇതിലേക്ക് കുറച്ചൊരു ക്യാരറ്റും കൂടെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെറുതെ പച്ചക്ക് തന്നെ അങ്ങനെ അതുകൂടെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കണം. അതിന് മുമ്പ് ഞാൻ കുറച്ചൊരു യെല്ലോ കളർ പാൽ കലക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ പാലിലൊക്കെ ചെയ്യുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നമ്മൾ വെള്ളത്തിൽ കലക്കുന്നതിനും കാട്ടി ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, ഒരിത്തിരി മാത്രം. ശേഷം നമ്മൾ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ റൈസ് കുക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മസാലയിലൊന്നും നെയ്യ് ചേർത്ത് കൊടുത്തിട്ടില്ല. ഈ ഒരു ടൈമിൽ ലാസ്റ്റ് ആണ് കേട്ടോ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നെയ്യൊക്കെ എടുക്കുമ്പോൾ നല്ല നെയ്യ് തന്നെ എടുക്കാൻ നോക്കുക. അങ്ങനെ ആകുമ്പോഴാണ് കേട്ടോ നമ്മുടെ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനിയിപ്പോൾ അതാ 5 മിനിറ്റ് മാത്രം ലോ ഫ്ലെയിമിൽ ദമ്മിട്ട് എടുക്കുക കേട്ടോ. അതിൻ്റെ മേലേക്ക് വെയിറ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കയറ്റി വെച്ച് കൊടുത്താൽ നന്നായിട്ട് തന്നെ ദമ്മ് കയറിക്കോളും. അങ്ങനെ നമ്മുടെ ബിരിയാണി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ഞാൻ ബ്രെഡ് പോക്കറ്റ് ഉണ്ടാക്കാനുള്ള ക്യാബേജ്, ക്യാരറ്റ്, കുക്കുംബർ അതുപോലെ ഒരു 1/2 സവാളയും കൂടെ നല്ല ഫൈനായിട്ട് തന്നെ ചോപ്പാക്കി എടുത്തിട്ടുണ്ട്. ചിക്കൻ ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുത്തതാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചോപ്പറിലിട്ട് ചെയ്യാം. എൻ്റെ കയ്യിൽ ചോപ്പർ കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ കത്തിയും കൊണ്ട് അരിഞ്ഞെടുക്കുന്നത്. പിന്നെ കുറച്ചൊരു വലിയ പീസാക്കാൻ നോക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോഴാണ് ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക. അതിലേക്ക് ഉപ്പും ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേറെ പച്ചമുളകൊന്നും ചേർക്കുന്നില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മുടെ ഷവർമേൻ്റെ മിക്സ് തന്നെയാണിത്. പിന്നെ നമുക്കിനിയിപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഇനി അതിലേക്ക് മയണൈസും കൂടെ ചേർത്ത് കൊടുക്കുക. മയണൈസ് ഞാൻ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുത്തതാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിയതുണ്ടെങ്കിൽ അതും കൂടി യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. ഇനി ബ്രെഡിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യുക. അത്ര തന്നെ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ പരിപാടി. ബ്രെഡൊന്ന് ഫ്രൈയും കൂടെ ചെയ്തെടുക്കണം. പിന്നെ ഈ ഒരു ബ്രെഡ് പോക്കറ്റൊക്കെ ഒരു 3-4 വർഷം മുമ്പൊക്കെ നല്ല ഫേമസ് ആയിരുന്നു. എല്ലാവർക്കും അറിയുന്ന സ്നാക്കായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയാത്തത്. അങ്ങനെ ഇതാ ബ്രെഡ് നമുക്ക് കുറച്ച് വലിയ ബ്രെഡ് ഉണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ ഒന്നുകൂടെ നല്ലത്. ഇത് അത്യാവശ്യം വലിപ്പമുള്ള ബ്രെഡാണ്. അപ്പോൾ അതാ അതിൻ്റെ 4 സൈഡ് ഒന്ന് കട്ടാക്കി എടുക്കണം. അപ്പോൾ കട്ടാക്കി എടുക്കുന്നത് നമുക്ക് ഇതിലേക്ക് ബ്രെഡ് ക്രംസിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൊടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച് കൊടുത്താൽ മതി. അല്ലാതെ വേസ്റ്റ് ആവുന്നില്ല. ഇതുപോലെ നല്ലപോലെ തന്നെ കട്ടാക്കി എടുക്കുക. ആ ഒരു സൈഡ് ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഫ്രൈ ആക്കുന്ന സമയത്ത് മര്യാദക്ക് കിട്ടൂല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കട്ടാക്കി എടുക്കുന്നത്. പിന്നെ നോക്കുമ്പോൾ ബ്രെഡിൻ്റെ നടുഭാഗമൊക്കെ കുറേ എണ്ണത്തിൻ്റെ ഹോൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ച് കൊടുത്തിട്ട് ഞാനിത് ആ പാകത്തിനുള്ളത് എടുക്കുകയാണ്. ഒരുപാടൊന്നും ഉണ്ടാക്കുന്നില്ല. എല്ലാവർക്കും ഒരു 2 എണ്ണം വെച്ചിട്ട് അത്ര മാത്രമേ റെഡിയാക്കി എടുക്കുന്നുള്ളൂ കേട്ടോ. ഈ നോമ്പിൽ നമ്മൾ പരമാവധി എണ്ണക്കടി കുറക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ എണ്ണക്കടി ഇല്ലാതെ ആർക്കും പറ്റില്ല. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എന്ന് വെച്ചാൽ ഞാൻ അങ്ങ് ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. ഒരു കണക്കൊന്നുമില്ലായിരുന്നു. എല്ലാവരും വയറ് നിറച്ചത് കഴിക്കും. പിന്നെ വേറെ ആർക്കും ഒന്നും വേണ്ടി വന്നിരുന്നില്ല. ഈ പ്രാവശ്യം എന്തായാലും അതൊക്കെ ഒന്ന് കൺട്രോൾ ആക്കിയിട്ടുണ്ട്. അങ്ങനെ എന്താ പിന്നെ മുട്ട 2 മുട്ട എടുത്തിട്ട് നല്ലപോലെ ബീറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിലൊന്ന് 2 ബ്രെഡ് ഇങ്ങനെ ഒരുമിച്ച് പിടിച്ചിട്ട് അതിലൊന്ന് കോട്ട് ചെയ്യുക. പിന്നെ ബ്രെഡ് ക്രംസിലും ഇതുപോലെ കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. 2 ബ്രെഡ് നമ്മൾ ഒരുമിച്ച് പിടിച്ചിട്ട് ചെയ്യണം. എന്നാലേ നമുക്കിത് ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ കട്ടാക്കി എടുക്കുമ്പോൾ ഒരു പോക്കറ്റ് പോലെ കിട്ടുള്ളൂ. ഞാൻ കാണിച്ചു തരാം. നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുക. ഇല്ലെങ്കിൽ ബ്രെഡല്ലേ ചിലപ്പം എണ്ണ കുടിക്കാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നമ്മൾ ഫ്രൈ ആക്കുന്ന സമയത്ത് എണ്ണയൊന്നും ഒരുപാടൊന്നും കുടിക്കില്ല കേട്ടോ. അങ്ങനെ ഇതാ നമുക്കിതുപോലെ ഫ്രൈ ആക്കി എടുക്കാം. പിന്നെ നിങ്ങളൊക്കെ എന്തൊക്കെയാണ് സ്നാക്ക് ഐറ്റംസൊക്കെ ഉണ്ടാക്കുന്നത്? വെറൈറ്റി ആയിട്ട് ഈ നോമ്പിന് ഞാനൊന്നും റെഡിയാക്കി എടുത്തിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇൻഷാല്ലാ എന്തെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ആക്കണം. നോമ്പ് തുടങ്ങിയിട്ടില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ നമുക്ക് അറിയുന്ന സ്നാക്കുകളൊക്കെ ആദ്യം ഒന്ന് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി പിടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഇതുവരെ ഉണ്ടാക്കിയ ഐറ്റം എന്തായാലും ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ എനിക്കറിയുന്നതൊക്കെ ആദ്യം അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ ഉണ്ടോ.
ഇപ്പം അതാ നോക്കിക്കോ, ഫസ്റ്റ് ബ്രെഡ് ഞാൻ പൊരിച്ചെടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് സെൻറ്റർ കട്ടാക്കി കൊടുക്കുമ്പോൾ കണ്ടില്ലേ 2 ബ്രെഡ് നമ്മൾ ഒരുമിച്ച് വെച്ചുകൊണ്ടാണ് ഇതുപോലെ പോക്കറ്റായിട്ട് കിട്ടുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ മിക്സ് അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കുക, അത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഇങ്ങനെ ഫില്ലാക്കിയതിന് ശേഷം പിന്നെ നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കഴിക്കാൻ നേരത്തെ ഇങ്ങനെ ഫില്ലാക്കി എടുക്കുന്നതാവും ഒന്നുകൂടെ നല്ലത്. അപ്പോൾ നമ്മുടെ നോമ്പ് തുറക്കാനുള്ള ഐറ്റംസൊക്കെ റെഡി ആയിട്ടുണ്ട്. ബിരിയാണി, സ്നാക്കും അതുപോലെ ജ്യൂസും ഒക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.